ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. 1201 ആണ്ട് കുംഭമാസം വന്നെത്തുകയാണ്. 2026 ഫെബ്രുവരി 13 മകര രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ കുംഭരാശിയിലേക്ക് സംക്രമിക്കുന്നത്. അങ്ങനെ സംക്രമിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുംഭം രാശിയിലാണ് നിലവിൽ രാഹു നിൽക്കുന്നത്. അപ്പം രാഹുവിനോടൊപ്പം തന്നെ ഈ രാശിയിലേക്ക്, ശനിയുടെ രാശിയാണ് കുംഭം രാശി, ഈ രാശിയിലേക്ക് ആദിത്യൻ വരികയാണ്. അപ്പോൾ ആദിത്യൻ കൂടി വരുമ്പോൾ ആദിത്യന്റെ ആ ഒരു ശോഭയെ രാഹു നിമിത്തം അവിടെ തടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആദിത്യ സംബന്ധമായിട്ടുള്ള കടാക്ഷം കാര്യങ്ങളെല്ലാം അവിടെ തടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാലയളവിൽ, അതായത് കുംഭമാസത്തില് ഈ പറയുന്ന യോഗത്തിന് പറയുന്ന പേരാണ് ഗ്രഹണ യോഗം. അതായത് ഈ കുംഭ രാശിയില് ജനിച്ചവരും അതുപോലെ കുംഭ ലഗ്നാൽ ജനിച്ചവരും അതുപോലെ നിലവിൽ ആദിത്യ ദശയില് ഉള്ളവർക്കും അതുപോലെ ആദിത്യ അന്തർദശയിലും അതുപോലെ രാഹുവിൽ ആദിത്യന്റെ അന്തർദശ വരുമ്പോഴും ആദിത്യനിൽ രാഹുവിന്റെ അന്തർദശ വന്നാലും അതുപോലെ രാഹു ദശയിലെ ചൊവ്വ വന്നാലും, അതായത് ചൊവ്വയുടെ അന്തർദശ വന്നാലും, ചൊവ്വ ദശയാണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഈ കുംഭമാസത്തില് അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ, നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, തീരുമാനങ്ങൾ എടുക്കാനുള്ള പോരായ്മ, അങ്ങനെയുള്ള പാളിച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത, ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ, അതുപോലെ ശത്രു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ ക്ലേശങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യത ഈ കുംഭമാസത്തില്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണെങ്കിൽ പോലും, അതുപോലെ രാഹുവിന്റെ ദശയാണെങ്കിൽ പോലും, ആദിത്യ ദശയിൽ വരുന്നവരും അതുപോലെ ചൊവ്വ ദശയിൽ വരുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുംഭമാസത്തിൽ ഏറെയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെയ്യേണ്ട പരിഹാരങ്ങൾ: രാഹു മന്ത്രം ദിവസവും ജപിക്കുക. അതായത് അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. ആദിത്യ മന്ത്രം ജപിക്കുക. ജപാകുസുമ സംകാശം കാശ്യപേയ മഹാദിതിം തമോരും സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം. അതുപോലെ തന്നെ ചൊവ്വ മന്ത്രം ജപിക്കുക. ധരണി ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തംതം മംഗളം പ്രണമാമ്യഹം. ഈ കുംഭമാസത്തില് ഈ 3 മന്ത്രങ്ങൾ പ്രധാനമായിട്ടും സന്ധ്യാവേളയിൽ ജപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ഈ പറഞ്ഞ ദോഷങ്ങൾ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതുമാണ്. പറ്റുമെങ്കിൽ സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും 100 പാലും വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും പുറ്റും മുട്ടയും നാഗരാജ നാഗയക്ഷിയമ്മ നടയില് സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. ശിവക്ഷേത്രത്തില് ജലധാര വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. മൃത്യുഞ്ജയ അർച്ചന, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രമായ, സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രമായ സനൽ കുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്ന സ്കന്ദഹ പ്രചോദയ, ഈ മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പം കുംഭമാസത്തില് പ്രത്യേകം ശ്രദ്ധിക്കുക. രാഹുവിൽ ആദിത്യന്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഗ്രഹണ യോഗം, അതിനുള്ള സാധ്യത, അത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പം തടസ്സങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത, ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. എന്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷന്, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക്, കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക്, ഓൺലൈൻ കൺസൾട്ടേഷന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.